ദേവസംഗീതം നീയല്ലേ. എങ്ങനെ എന്നാലും ഇപ്പൊ ഈ കാര്യം രാജാവിനോട് നമ്മൾ പറയാം. രാജാവിനോട് എങ്ങനെയൊക്കെ പറയും. എന്താ പണ്ടൊരു നാറ്റം. അത് ഞാൻ വരുന്ന വയ്ക്കേ ഒന്ന് ചേർ കളിച്ചതാ. ഇങ്ങനെ ഒരു വെടിപ്പ് വൃത്തിയില്ലാത്ത സാധനം രാജാവിനെ കാണുമ്പോഴേ കുറച്ച് വിട്ടുന്നോണ്ടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞോണ്ട്. എന്താ കാര്യം ഈ പന്നിനേറ്റ്? രാജാവെ നമുക്ക് സങ്കടമുള്ള ഒരു കാര്യം പറയാണ്ട്. ഒന്നോ രണ്ടോ എത്രയേച്ചാ പറഞ്ഞോളൂ, പന്നിനെ മാറ്റി നിർത്തുക. രാജാവ് ഒരു മിസ്സിംഗ് കേസാണ്. ഇന്റെ അധികാര പരിധിയിൽ മിസ്സിംഗ് കേസോ? അതേ രാജാവേ, അട്ടനെ കാണാനില്ല. ഓനാരയില് കാലിലോട്ടിൽ നിന്ന് ചോര ഒടിച്ചുണ്ടാവുന്നു. അതല്ല രാജ, ഓനെ കുറിച്ച് കാട്ടില് കുറെ കരക്കമ്പികള്. ഓനെ മന്ത്രവാദത്തിന് ചോര ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് കാട്ടിലൊരു ടോക്കൺ. ഇത് ചെറിയ വിഷയമല്ലല്ലോ. എന്റെ കാട്ടിലൊരു മിസ്സിംഗ് കേസോ? ആരത് ഇപ്പൊ തന്നെ പോയെന്ന് അന്വേഷിക്കാം. രാജാവ് ഞാൻ പോയാലോ? അത് വേണ്ട, എന്നെ കൊണ്ട് അത് നടക്കില്ല. കാരണം ഇതിപ്പോ ഇന്ന് തെളിയിച്ചേണ്ട വിഷയം. അവിടെ ഓടിയെത്തുമ്പത്തിന് ഒരു കൊല്ലം പിടിച്ചു. അത് വേണ്ട. ഇത് അന്വേഷിക്കാൻ പറ്റിയ ഒരാളെ ഈ കാട്ടിലുള്ളൂ. അത് ഓമെന്ന് അന്വേഷിച്ചോളൂ, നിങ്ങൾ വിട്ടോളൂ. ഇജിവിടെ സുഖിച്ച് കടന്നുറങ്ങാലേ. അന്നെ കാണാൻ കാട്ടിലെ മൊത്തം ആകെ തെരച്ചിലാണ്. അതിനിപ്പോ ഞാനെന്താ കാട്ടി? ഞാൻ ഇവിടെ കടന്നുറങ്ങല്ലേ സാറേ. അട്ടനെ പിടിച്ച് മെത്തേ കടത്തിയ കടക്കൂല ടോക്കൺ ഉണ്ടല്ലോ. പിന്നെ ഇജ്ജ് എങ്ങനെ കടന്നു? അതൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയണതല്ലേ സാറേ. ഈ മെത്ത കിട്ടിയ ആരായാലും കിടക്കും. ഇത് സ്റ്റൈലെക്സിന്റെ മെത്തയാണ്. ഈ ഒരു മാട്രസിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കംഫർട്ട് തന്നെയാണ്. പക്ക കംഫർട്ട്, അട്ട വരെ കടന്നു പോകും. പിന്നെ ഇതിന്റെ ഫാബ്രിക്, അത് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഓർത്തോപേഡിക് മെട്രസ് ആണ്. അത് മാത്രമല്ല, ഇതിന് നമ്മൾ 10 to 15 years വാറന്റി വരുന്നുണ്ട്. അല്ലട്ടെ, ഈ മെത്ത പോലത്തെ നമുക്ക് കിട്ടുക? ഇത് കിട്ടാൻ സിമ്പിൾ അല്ല. കേരളത്തിലുള്ള എല്ലാ ഡീലേഴ്സിന്റെ അടുത്തും ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് സാധനം വാങ്ങാം.